അതെ 1947 മഹാത്മാഗാന്ധി ഈ വെള്ളക്കാർ ഭരിച്ചിരുന്ന കാലത്ത് സ്വാതന്ത്ര്യം സത്യാഗ്രഹം എനിക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണത് കൊണ്ടാടുന്നത്. മനസ്സിലായോ? അപ്പോൾ മഹാത്മാഗാന്ധി ഗാന്ധിജി താത്ത കണ്ടിട്ടുണ്ടാകും. ബുക്കിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതാണ് കേട്ടോ. അതാണ് സ്വാതന്ത്ര്യദിനം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം അതാണ് കൊണ്ടാടുന്നത്. ആദ്യം ഇവിടെ വെള്ളക്കാരാണ് ഭരിച്ചിരുന്നത്. ഇപ്പം ആരെ ഭരിക്കുന്നത്? ഇപ്പോൾ ജനാധിപത്യം. ഇന്ത്യ ജനാധിപത്യമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ആഗസ്റ്റ് 15 വരും. ഒന്ന് കൊടിയൊക്കെ കയറ്റി ആഘോഷമായിട്ട് കൊണ്ടാടും കേട്ടോ. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് നമ്മളെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവര് നമ്മളെ രാജ്യത്തുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും കുരുമുളകും ഇതൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയിരുന്നു. പിന്നെ നമ്മളൊക്കെ അടിമകളായിരുന്നു അവര് പറയുന്ന പോലെ കേൾക്കണം, അവർ പറയുന്ന പോലെ ചെയ്യണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് മോചനം എന്ന് ആരാച്ചാലും മഹാത്മാഗാന്ധിജിയിലെ ഗാന്ധിജി അതിനുവേണ്ടി പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്ത് അതിനെ എന്താ പറയുക നന്നായിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് എന്ത് നേടിത്തന്നു? സ്വതന്ത്രം നേടിത്തന്നു. അവരോട് പൊരുതിയിട്ട് ഉപ്പ് സത്യാഗ്രഹം പോലെ ഒരുപാട് സത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സത്യാഗ്രഹങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ നമുക്ക് മോചിപ്പിച്ച് നമുക്ക് സ്വതന്ത്ര രാഷ്ട്രമായി തന്നു. അതായത് അനക്ക് എനിക്കൊക്കെ സ്വതന്ത്രമായി പുറത്തു നടക്കാം, സ്വതന്ത്രമായി ബിസിനസ് ചെയ്യാം, സ്വതന്ത്രമായി നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സ്വതന്ത്രം നേടിത്തന്ന ആരാ? ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി അപ്പൊ നമ്മള് എന്നും ബഹുമാനിക്കണം, ഓർക്കണം, അതേമാതിരി ആദരിക്കണം. അപ്പൊ അതിന്റെ ദിവസമായി വരുന്നതാണ് ഈ ഓഗസ്റ്റ് 15. അപ്പൊ ഓഗസ്റ്റ് 15 നമുക്ക് എന്താ പറയാ കൊടി പൊക്കിയിട്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കി മുട്ടായി കഴിച്ച് അടിപൊളിയായിട്ട് വന്ദേ മാതരം പറഞ്ഞു കേട്ടാ. അതില്ലേ പണ്ട് കാലത്ത് നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു. അപ്പോ ഈ ഇംഗ്ലീഷുകാരില്ലേ ബ്രിട്ടീഷുകാര്, അവര് നമ്മളെ ഇന്ത്യ കാണാൻ വന്നു. അപ്പൊ അവർക്ക് നമ്മളെ ഇന്ത്യ നല്ല ഇഷ്ടമായി. നമ്മളെ ഇന്ത്യയിൽ കുറെ സ്വത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരത് പിടിച്ചെടുത്തു. ഇന്ത്യ പിടിച്ചെടുത്തു. എന്നിട്ട് നമ്മളുടെ ഇന്ത്യനെ ഭരിച്ച് നമ്മളൊക്കെ അടിമകളാക്കിയിട്ട് അവര് എന്താ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഗാന്ധിജി പിന്നെ കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനത്തെ നേതാക്കന്മാരെല്ലാരും കൂടി സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, വാര്യമുണ്ടാജി, അങ്ങനെ ഒരുപാട് ആളുകൾ പ്രഗത്ഭരെ മലപ്പുറത്തൊക്കെ ഒരുപാട് പ്രഗത്ഭരെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15. ഭരണം 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയ ദിവസമാണ് ആഗസ്റ്റ് 15. അന്നത്തെ ദിവസം എല്ലാ സ്ഥലങ്ങളും പൊതു അവധിയായിരിക്കും. പിന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പതാക ഉയർത്തും. അതാണ് ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. മനസ്സിലായോ?